ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്ക് പരിചരിക്കാം. ശ്രീ അനിൽകുമാർ, ഏതായാലും ഈ അനിൽകുമാർ എന്ന് പറയുന്ന പഴയ നഗരസഭാ കൗൺസിലർ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 2 മണിക്ക് ഈ അഭിജിത്ത് എത്തിച്ചേരുകയാണ്. അതായത് അതിനു മുമ്പ് ഈ കത്തിക്കുത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് വലിയ തരത്തിലുള്ള വാക്കുതർക്കം അനിൽകുമാറിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. രാത്രി 2 മണിക്ക് അഭിജിത്തിനെ അവിടേക്ക്, ആദർശിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കളുടെ അന്വേഷണത്തിൽ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടിയുടെ DCCയിലെ സ്ഥിരം സാന്നിധ്യവും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന DCC സെക്രട്ടറി പദവി വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ അനിൽകുമാർ. കോട്ടയത്ത് പലതവണ കൗൺസിലറായിരുന്നു. കോട്ടയം MLAയുടെ സ്വന്തം സഹചാരിയാണ്. അത്തരമൊരാളാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ അദ്ദേഹവും മകനും ഏർപ്പെട്ടതെന്നുള്ള വിവരമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. നഗരം ഞെട്ടി ഉണർന്നത് ഈ മരണവാർത്ത അല്ലെങ്കിൽ കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ്. ഇത്തരത്തിലാണ് കോൺഗ്രസ്, എത്രത്തോളം അധപ്പതിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നതിന്റെ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാകുന്നത്. വളരെ ശക്തമായ നടപടി പോലീസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ പോലീസുകാർ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. വീടിന് മുന്നിൽ പോലീസുകാർ ഇപ്പൊ നിൽപ്പുണ്ട്. ഞാൻ ആ വീട്ടുവാതിക്കൽ കൂടെ എത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വേറൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. പോലീസ് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു മറ്റ് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ. കാരണം വിവിധങ്ങളായ ഗുണ്ടകളുടെ, ക്രിമിനലുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നും അതിൽ ഈ കുടുംബം ആകെ പെട്ടുപോയത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്രകാരം ക്രിമിനൽവൽക്കരിക്കപ്പെട്ട ഒരു കോൺഗ്രസിന്റെ ജീർണമുഖമാണ് കോട്ടയത്ത് വീണ്ടും പ്രകടമാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാർ, നേരത്തെ ഈ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ കോട്ടയത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഈ ടിറ്റോ, ഈ അനിൽകുമാറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം, ഒരു യുവാവ്, 2 യുവാക്കളാണ് മറ്റൊരു യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ അതിനു മുമ്പ് ഈ 2 മണിക്ക് ആ വീട്ടിലേക്ക് ആദർശനെ വിളിച്ചു വരുത്തുകയും വലിയ തരത്തിലുള്ള ചർച്ചകൾ, അതായത് വലിയ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെട്ട് പരിഹരിക്കേണ്ട ആളാണ് ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ അനിൽകുമാർ. പക്ഷേ അനിൽകുമാറിന് കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 മണിക്ക് എങ്ങനെയാണ് ഒരു യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്? അതിനുശേഷം അവിടെ തർക്കമുണ്ടാകുന്നു, പുറത്തേക്ക് കൊണ്ടുപോയി കുത്തിക്കൊല്ലുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ അവിടെ ചിരപരിചിതനായ വ്യക്തിയാണ്, അവിടുത്തെ പൊതുവേദികളിലെ നിത്യ സാന്നിധ്യമാണ്, അവിടെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുപ്പക്കാരനായ ആൾ കൂടിയാണ്. എങ്ങനെയാണ് ഒരു കൊലപാതകത്തിലേക്ക്, ഈ യുവാവിനെ ആ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള മുൻ കൗൺസിലർ അനിൽകുമാർ ഇല്ലാത്ത യാതൊരു പരിപാടിയും കോട്ടയത്ത് കോൺഗ്രസിനില്ല. സോണിയാഗാന്ധി വന്നാലും രാഹുൽ ഗാന്ധി വന്നാലും APCയുടെ ഏത് നേതാക്കൾ വന്നാലും അതിന്റെ തലപ്പത്തുണ്ടാകുന്ന ആളാണ്. DCCയുടെ എല്ലാ പരിപാടികളുടെയും കേന്ദ്രസ്ഥാനത്തുണ്ടാകുന്ന ആളാണ്. അത്തരമൊരാളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിൽ പങ്കെത്രയുണ്ട് എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. യാതൊരു തരത്തിലും ഒരു അഭിപ്രായം പറയാൻ ഞങ്ങളാരും തയ്യാറല്ല. കൃത്യമായ അന്വേഷണം അക്കാര്യത്തിൽ നടത്തി പോലീസ് യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുറ്റവാളികളെയും പിടികൂടണം. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയുണ്ട്. കാരണം വരുത്തിയുണ്ടായ കൊലപാതകമാണ്. രാത്രി 2 മണിക്ക് ആ പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായ കൊലപാതകമാണ്. അത് എത്രത്തോളം അതിൽ ടെലിഫോൺ ബന്ധങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. എന്തായാലും കോട്ടയത്തെ കോൺഗ്രസ് പാർട്ടി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു. ഈ ക്രിമിനലുകളെ ഉപയോഗിച്ചാണ് കോട്ടയത്തെ രാഷ്ട്രീയ മേധാവിത്വം നിലനിർത്താൻ കോൺഗ്രസ് പരിശ്രമിച്ചിരുന്നത് എന്നും അത് തകർന്നു വീഴുകയാണ് എന്നതും നമ്മളിപ്പോൾ കാണുക. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.